അഡ്വക്കേറ്റ് സുരേഷ്, സംഘപരിവാറിന് ഈ തെരഞ്ഞെടുപ്പിന് അനുകൂലമായ രീതിയിൽ പൂരം കലക്കൽ ആസൂത്രിതമായി നടത്തിയിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കാൻ പോകുന്നു. ത്രിതല അന്വേഷണമാണ് നടക്കുന്നത്. ഒന്ന് ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷിക്കും, മറ്റൊന്ന് ഇന്റലിജൻസ് മേധാവി അന്വേഷിക്കും, മറ്റൊന്ന് അന്വേഷിക്കുന്നത് DGP നേരിട്ടാണ്. RSSുമായി സംഭാഷണം നടത്തിയ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുകയും ചെയ്യും. തൃശൂർ പൂരം കലക്കിയതിൽ സംഘപരിവാറിന് ബന്ധമുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം നിങ്ങളെ വിരളി പിടിപ്പിക്കുന്നുണ്ടോ? അഡ്വക്കേറ്റ് സുരേഷ്, കാര്യങ്ങളൊക്കെ പുറത്തു വരുമോ? ശ്രീ അരുൺകുമാർ, കേരളത്തിൽ BJP 20% വോട്ട് നേടിയതും ശ്രീ സുരേഷ് ഗോപി ജാതിമത വ്യത്യാസമന്യേ 75,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ചതുമൊക്കെ കേരളത്തിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷവും അപ്രസക്തമാകുന്ന പുതിയ രാഷ്ട്രീയ ദിശാസൂചികയാണ് എന്ന് നേരറിവും തിരിച്ചറിവും ബോധ്യവുമുള്ള കേരളീയന് ഇന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ പൂരം കലക്കിയാണ് സുരേഷ് ഗോപി ജയിച്ചത്, പൂരം കലക്കിയാണ് BJP കേരളത്തിൽ 20% വോട്ട് നേടിയത് എന്നൊക്കെ തട്ടിവിടുന്നത് ആരാ? ഒന്ന് കോൺഗ്രസ്സുകാർ. ഈ കോൺഗ്രസ്സുകാരോട് എനിക്ക് ദയയാണ് തോന്നുന്നത്. കാരണം അവിടെ ഒരു ചാവേറായിട്ടുള്ള മുരളീധരൻ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി 3ാം സ്ഥാനമായിട്ട് എൻ്റെ രാഷ്ട്രീയ ജീവിതം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, BJPയെ തോൽപ്പിക്കാനായിട്ട് കോടികൾ വച്ചുകൊണ്ടിരിക്കുന്ന ആഗോള ശക്തികളുടെ പണം മാത്രം മതി എന്ന് വിചാരിച്ച് നേമത്തും അതിനുശേഷം തൃശ്ശൂരും ചെന്ന് ചാവേറായിട്ട് കേരള രാഷ്ട്രീയത്തിലെ ഒരു എന്താ പറയുക ഒരു എടുക്കാച്ചരക്കായി മാറിയ മുരളീധരന്റെ പാർട്ടിക്കാരാണ് പറയുന്നത്. എനിക്ക് ശ്രീ രാജുവിനോട് ചോദിക്കാനുള്ളത്, ശ്രീ രാജു, താങ്കളുടെ മുരളീധരൻ അവിടുത്തെ DCC പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെ മാറ്റിയത് ഈ പൂരം കലക്കാൻ അയാൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ആണോ എന്ന് ഈ രാജുവും മുരളീധരനും പറയണം. മുരളീധരൻ അവിടുത്തെ 650ഓളം വരുന്ന കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റുമാർക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് അവർ പൂരം കലക്കാൻ കൂട്ടുനിന്നത് കൊണ്ടാണോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം. അവിടെ 1200 ബൂത്തുകളിലാണ് എൻ്റെ രാജു നിങ്ങളുടെ കോൺഗ്രസിന്റെ മുരളീധരൻ എന്ന് പറയുന്ന എടുക്കാച്ചരക്ക് 3ാം സ്ഥാനത്തായി പോയത്. എന്തിനു വേണ്ടിയാ? ഈ ദേശീയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് കുതിച്ചുയരുന്ന സുരേഷ് ഗോപിയെയും BJPയെയും തോൽപ്പിക്കാൻ തനിക്ക് താൻ 3ാം സ്ഥാനമായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നതിന്റെ പേരിലാണ്. അപ്പോ ഈ എടുക്കാച്ചരക്കുകളുടെ വക്താക്കൾ ഇവിടെ വന്നതെന്ന് BJP അവിടെ ജയിച്ചത് ഈ പൂരം കലക്കിയാണെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ആര് വിശ്വസിക്കാനാ, ആര് മനസ്സിലാക്കാനാ എന്നുള്ളതാണ് ആദ്യ ചോദ്യം. മറ്റൊരു കൂട്ടർ പറയുന്ന ആംബുലൻസിൽ ഈ പൂരം നടക്കുന്ന സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതിനകത്തൊരു സ്വാഭാവികതയുണ്ട്. അതാണ് മുഖ്യമന്ത്രി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് ഞാൻ അതിലേക്കാണ് വരുന്നത്. അരുൺകുമാർ അതിലേക്കാണ് വരുന്നത്. അർദ്ധരാത്രിയിൽ സുരേഷ് ഗോപി ആംബുലൻസിൽ അവിടേക്ക് വന്നു എന്നുള്ളതാണ് നമ്മുടെ സുനിൽകുമാറിനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ രണ്ടാമനായിട്ടുള്ള റവന്യൂ മന്ത്രി രാജനും പിടികിട്ടാത്തത്. അതിന് കാരണം എന്തെന്നറിയോ? അർദ്ധരാത്രിയിൽ ഇതുപോലൊരു വിഷയം നടക്കുന്ന സമയത്ത് അവിടേക്ക് കിട്ടുന്ന വാഹനത്തിൽ കയറി വരാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം മാനസികമായിട്ടും അദ്ദേഹം കഴിച്ച ആഹാരവും ഒക്കെ അദ്ദേഹത്തിനെ അതിന് പ്രാപ്തനാക്കിയിരുന്നു. ആ സമയത്ത് തൃശൂർ ടൗണിൽ തന്നെ ഉണ്ടായിരുന്ന അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാറിന് എന്തുകൊണ്ട് ഇതുപോലെ വരാൻ സാധിച്ചില്ല? തൃശൂർകാരനായിട്ടുള്ള മന്ത്രിക്ക് എന്തുകൊണ്ട് അർദ്ധരാത്രിയിൽ അങ്ങോട്ട് വരാൻ സാധിച്ചില്ല? അവരെ ആരാ തടഞ്ഞത്? മന്ത്രിക്ക് എന്തുകൊണ്ട് സ്റ്റേറ്റ് വണ്ടിയിൽ അങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല? മന്ത്രിയോടൊപ്പം എന്തുകൊണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായിരുന്ന സുനിൽകുമാറിന് ആ രാത്രി വരാൻ പറ്റിയില്ല? അവർക്ക് ആ രാത്രിയിൽ ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങാൻ അവരെ പിന്നോട്ടടിപ്പിക്കുന്ന എന്തോ പ്രശ്നങ്ങൾ രാജുവിനും സുനിൽകുമാറിനും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നു, അവിടുത്തെ കോൺഗ്രസ് നേതാവിനുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവ് ആ സ്ഥലത്തേ ഇല്ലായിരുന്നല്ലോ. പക്ഷേ സുരേഷ് ഗോപിക്ക് ഏത് പാതിരാത്രിക്കും ഏത് ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്കും ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം ആ രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ആ രാത്രിയിൽ അവിടെ എത്താൻ സാധിച്ചു. അവിടെ ഞാൻ ചോദിക്കുന്നു, ആംബുലൻസിലല്ല, അദ്ദേഹം ഓട്ടോറിക്ഷയിലും വരും, ആംബുലൻസിലും വരും, ഹെലികോപ്റ്ററിലും വരും. ജനങ്ങൾക്കൊരു പ്രശ്നമുണ്ടായി, ശ്രമിക്കുന്നു എന്ന് വന്നാൽ ആംബുലൻസ് ഒരു യാത്രാ വാഹനമല്ലല്ലോ. ഒന്നുകിൽ ആംബുലൻസ്
പരിക്കേറ്റവരെയും കൊണ്ട് രോഗാതുരായ മനുഷ്യരെയും കൊണ്ട് പോകണം, ഇല്ലെങ്കിൽ ശവശരീരങ്ങളുമായി പോകണം. പക്ഷേ നമ്മുടെ സ്ഥാനാർത്ഥിയെ കൊണ്ടാണ് വന്നത് സേവാഭാരതി. ശ്രീ അരുൺ, അതെ, അത് വരും. കാരണം അവിടുത്തെ ആചാരങ്ങൾ ശബരിമലയെ നശിപ്പിച്ചതുപോലെ സുനിൽ കുമാറിന്റെ CPIയുടെ തൃശ്ശൂരിലെ നേതാവും MLAയുമായിട്ടുള്ള ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ടല്ലോ, അയാള് സീതയെയും ശ്രീരാമനെയും അവഹേളിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അവിടെ പൂരത്തിന് മുമ്പേ തന്നെ അവിടെ ഹിന്ദു വിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ചതുപോലെ, അതുപോലെ തന്നെ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ചേർന്ന് ശബരിമല വിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ചതുപോലെ ആ തൃശ്ശൂരിലെ ഈ പൂരം കലക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള തൽപര കക്ഷികളും ഹിന്ദു വിരോധികളും അതോടൊപ്പം തന്നെ ഹിന്ദു ദേവീ ദേവന്മാരെ അപകീർത്തിപ്പെടുത്തുന്നവരും ഒരുമ്പെട്ട് വരുമെന്നറിഞ്ഞാൽ ഏത് വാഹനത്തിലും എങ്ങനെയും അവിടെ എത്താൻ സുരേഷ് ഗോപി ബാധ്യസ്ഥനാണ്. അദ്ദേഹം അങ്ങനെ തന്നെ എത്തി. ഇനി ആ ആംബുലൻസിൽ വന്നതിനെ കുറിച്ച് കേസെടുക്കാമെങ്കിൽ ശ്രീ അരുൺ അങ്ങൊരു പരാതി കൊടുത്ത് കേസെടുപ്പിച്ചോ. ഞങ്ങൾ സൗകര്യമുള്ളതിലൂടെ സർക്കാർ ആ വിഷയത്തിൽ 6 മാസമായ ഒരു റിപ്പോർട്ടിന് വേണ്ടി കാത്തിരുന്നു. ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നപ്പോൾ സംഘപരിവാർ ഇടപെടലുണ്ടെന്ന് മുഖ്യമന്ത്രി തുറന്നു പറയുന്നു. അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം. ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. റഹീമും നമുക്കൊപ്പം ചേരും.